ഉപരാഷ്ട്രപതിയുടെ രാജി ബി.ജെ.പിയുടെ രാഷ്ട്രീയ നാടകമോ? സ്ഥാനം രാജിവെച്ച് ജഗദീപ് ധൻഖർ. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ അപ്രതീക്ഷിതമായി രാജിവെച്ചത്. ജഗദീപ് ധൻഖറിന്റെ രാജി രാഷ്ട്രപതി അംഗീകരിക്കുകയും ചെയ്തു. ഉപരാഷ്ട്രപതി രാജിവെച്ചതായി ആഭ്യന്തര മന്ത്രാലയം രാജ്യസഭയെ അറിയിച്ചു. ഉപാധ്യക്ഷൻ ഹരിവംശാണ് ഇന്നലെ രാജ്യസഭ നിയന്ത്രിച്ചത്. ജഗദീപ് ധൻഖറിന്റെ രാജിയുടെ കാരണം തേടി രാജ്യസഭയിൽ പ്രതിപക്ഷം ബഹളം വെച്ചതിനെ തുടർന്ന് ഉച്ചയ്ക്ക് 2 മണിവരെ രാജ്യസഭ നിർത്തിവെച്ചു. എന്നിട്ടും രാജിവിഷയത്തിൽ കേന്ദ്ര സർക്കാർ മൗനം പാലിക്കുകയായിരുന്നു. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഇംപീച്ച്മെന്റ് നോട്ടീസിൽ ധൻഖറുടെ നീക്കം സർക്കാരിനെ ചൊടിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെ സമ്മർദ്ദമുണ്ടായതാണോ രാജിക്ക് കാരണമെന്ന് തുറന്നു പറയാൻ ജഗദീപ് ധൻഖറും തയ്യാറാകുന്നില്ല. മുമ്പ് പശ്ചിമബംഗാൾ ഗവർണറായിരുന്ന ജഗദീപ് ധൻഖർ 2022 ഓഗസ്റ്റിലാണ് ഉപരാഷ്ട്രപതിയായി സ്ഥാനമേറ്റത്. 2027 വരെ അദ്ദേഹത്തിന് ഉപരാഷ്ട്രപതി സ്ഥാനത്ത് കാലാവധി ഉണ്ടായിരുന്നു. 3 വർഷം തികയും മുമ്പാണ് രാജിപ്രഖ്യാപനം. ആരോഗ്യ കാരണങ്ങളാണ് രാജിക്ക് കാരണമെന്ന് ധൻഖർ തന്നെ വ്യക്തമാക്കുന്നതിനിടെ അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടുള്ളതായി വ്യക്തമാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നു. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഒരു പൊതുപരിപാടിക്കെത്തിയ ഉപരാഷ്ട്രപതി കുഴഞ്ഞു വീണതായും റിപ്പോർട്ട് ചെയ്യുന്നു. ജൂലൈ 17 ഭാര്യയ്ക്കും ലഫ്റ്റനന്റ് ഗവർണർ വി.കെ. സക്സേനയ്ക്കുമൊപ്പം ഒരു ഉദ്യാന സന്ദർശനം നടത്തുന്നതിനിടെയാണ് അദ്ദേഹം കുഴഞ്ഞു വീണത്. സംഭവത്തെ തുടർന്ന് ധൻഖറുടെ ആരോഗ്യനില പെട്ടെന്ന് മോശമാവുകയും ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അടുത്ത കാലത്ത് അദ്ദേഹം ഡൽഹി എയിംസിൽ ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയനായിരുന്നുവെന്നും അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡോക്ടർമാരുടെ ഉപദേശം കണക്കിലെടുത്തും ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടിയുമാണ് സ്ഥാനമൊഴിയുന്നതെന്നാണ് ധൻഖർ രാജിക്കത്തിൽ വ്യക്തമാക്കിയിരുന്നത്. ഉടൻ പ്രാബല്യത്തിൽ വരത്തക്ക വിധം സ്ഥാനമൊഴിയുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ അപ്രതീക്ഷിത രാജിക്ക് പിന്നാലെ നിരവധി അഭ്യൂഹങ്ങളാണ് ഉയരുന്നത്. ഇതിന് കാരണങ്ങൾ പലതുണ്ട്. 2027 താൻ വിരമിക്കുമെന്നാണ് 12 ദിവസങ്ങൾക്ക് മുമ്പ് JNUവിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കവേ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ പറഞ്ഞത്. 2 വർഷം കൂടി കാലാവധി ബാക്കിയിരിക്കെയായിരുന്നു പാർലമെന്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിവസം ധൻഖറിന്റെ രാജിപ്രഖ്യാപനം. രാജ്യസഭയിലെത്തിയ ധൻഖർ സഭാ നടപടികൾ നിയന്ത്രിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ അപ്രതീക്ഷിതമായാണ് പദവി രാജിവെച്ചത്. അതുകൊണ്ട് തന്നെ ഈ നീക്കത്തെ സംശയത്തോടെയാണ് പ്രതിപക്ഷ കക്ഷികൾ വീക്ഷിക്കുന്നത്. രാജി പ്രഖ്യാപിക്കുന്ന 2 മണിക്കൂറുകൾക്ക് മുമ്പ് ഉപരാഷ്ട്രപതി ഫോണിൽ സംസാരിച്ചിരുന്നതായും അടിയന്തര പ്രാധാന്യമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും ഉള്ളതായി തോന്നിയില്ല എന്നുമാണ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറയുന്നത്. ജഗദീപ് ധൻഖറിന് പകരം ആരെന്ന ചോദ്യം ഉയരുന്നതിനിടെയാണ് ബി.ജെ.പിയുടെ രാഷ്ട്രീയ നാടകമാണോ രാജിക്ക് പിന്നിലെന്ന ചോദ്യം ഉയരുന്നത്. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിക്കായി NDA ചർച്ച ആരംഭിച്ചതായാണ് വിവരം. വർഷകാല സമ്മേളനത്തിൽ തന്നെ പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാനാണ് നീക്കം. ശശി തരൂർ അടക്കമുള്ളവരുടെ പേരാണ് പരിഗണനയിലുള്ളത്. നിലവിൽ കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന തരൂരിന് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരിൽ മുൻതൂക്കമുണ്ടെന്നാണ് സൂചന. ഏറെ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും കാരണമായ ഇടപെടലുകൾ നടത്തിയ ജഗദീപ് ധൻഖറിന് പകരം കേന്ദ്ര സർക്കാരിനോട് അടുത്തു നിൽക്കുന്ന വിശ്വപൗരനെന്ന് ഖ്യാതി നേടിയിട്ടുള്ള തരൂരിനെ കൊണ്ടുവരാനുള്ള ബി.ജെ.പിയുടെ രാഷ്ട്രീയ നീക്കമാണോ രാജിക്ക് പിന്നിലെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഉപരാഷ്ട്രപതി സ്ഥാനം ഉറപ്പിച്ചതുകൊണ്ടാണ് തരൂർ കേന്ദ്ര സർക്കാരിന് അനുകൂലമായി നിരന്തരം നിലപാടെടുക്കുന്നതെന്നും കരുതേണ്ടിയിരിക്കുന്നു.